കാട്ടാന കിണറ്റിൽ വീണ കോതമംഗലം കോട്ടപ്പടിയിൽ പ്രതിഷേധം തുടരുകയാണ് നാട്ടുകാർ. ആനയെ കരയ്ക്ക് കയറ്റാൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രവും മോട്ടോറും വിട്ടുകൊടുത്തിട്ടില്ല. വനംവകുപ്പ് വാക്കുപാലിച്ചില്ലെന്നാണ് സ്ഥല ഉടമ പറയുന്നത്. 10 മണിക്ക് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ യോഗമുണ്ട്. നവമി ദിനേശ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. നവമി, ആന കയറിപ്പോയിട്ടും അവിടുത്തെ ഗൌരവമുള്ള വിഷയം അത് അവിടെ തന്നെ നിലനിൽക്കുകയാണ്. പ്രതിഷേധത്തിലാണ് നാട്ടുകാരെന്നറിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, നമുക്കറിയാവുന്നതുപോലെ തന്നെ കോതമംഗലത്ത് ഈ കാട്ടാനകൾ ഇറങ്ങുന്നതും പിന്നീട് അവരുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കൃഷിയിടങ്ങളടക്കം നശിപ്പിക്കുന്നു. ഒപ്പം ജീവൻ വരെ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന ഒരു രീതിയാണ് കോതമംഗലത്തേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ കോതമംഗലത്ത് ഒരു കിണറ്റിൽ കാട്ടാന വീഴുകയും പിന്നെ മണിക്കൂറുകൾക്കൊടുവിലുള്ള പരിശ്രമത്തിൽ ഈ കാട്ടാനയെ പുറത്തെത്തിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തത്. ആ സമയത്ത് തന്നെ വലിയൊരു പ്രതിഷേധം അവിടെ നിലനിന്നിരുന്നു. അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ കാട്ടാനയ്ക്ക് മയക്കുവെടി വെക്കണ്ട, അല്ലാതെ തന്നെ അതിനെ കാട്ടിലേക്ക് തുരത്താം എന്നുള്ളൊരു നീക്കം വനപാലകർ എത്തുകയും ചെയ്തത്. പക്ഷേ ആ സമയത്ത് തന്നെ നാട്ടുകാർ പറയുന്നത് ഇവരെല്ലാം കൂടി വനപാലകർ ഞങ്ങളെ ചതിച്ചു. കാരണം ഈ കാട്ടാന ഇനിയും ഇവർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വീണ്ടും ഇവരുടെ കൃഷിയിടങ്ങളടക്കം ജീവന് ആപത്താകുന്ന രീതിയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം. ഇന്നലെ തങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ഇവർ ഇവിടെ വരികയും ഞങ്ങളെ ആ സമയത്ത് ആ പ്രശ്നം പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതില് താൽക്കാലിക ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിന് ഇതുവരേക്കും വനപാലകരോ അല്ലെങ്കിൽ സർക്കാരോ ഇടപെട്ടിട്ടില്ല. ഇനിയും ഇങ്ങനെ തുടർന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങാനാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട തീരുമാനം. അത് ഇന്നലെ നടന്ന സംഭവം കൂടി ആയപ്പോഴാണ് ഈ ഒരു കടുത്ത നീക്കത്തിലേക്ക് അവർ കടക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധമായിരിക്കും കോതമംഗലത്ത് ഇന്നുണ്ടാകുക. 10 മണിയോടുകൂടി ഇവരുടെ ഒരു മീറ്റിംഗ്, ഒരു യോഗം ചേർന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഇവർ സ്വീകരിക്കുക. പ്രാഥമികമായിട്ടുള്ള വിവരം അനുസരിച്ച് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത്. ഇങ്ങനെ കാട്ടാനകൾ അടിക്കടി വരികയും ഇവരുടെ കൃഷിയിടങ്ങൾ അടക്കം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോയിട്ടും എന്തുകൊണ്ടാണ് വനപാലകരോ അല്ലെങ്കിൽ മന്ത്രിയോ സർക്കാരോ ഇതിലൊരു ഇടപെടാത്തത്? ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും ഫലം കണ്ടിട്ടില്ല. ഓരോ തവണയും ഇവർ അനുഭവിക്കുന്ന ദുരിതം വർദ്ധിച്ചു വരുന്നു എന്നല്ലാതെ ഇവരുടെ ജീവന് ഭീഷണി വർദ്ധിക്കുന്നു എന്നതല്ലാതെ ഇവർക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ പ്രതിഷേധത്തിൽ നിന്ന് അല്ലെങ്കിൽ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നാട്ടുകാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി നവമി, ഒന്ന് തുടരണം. നവമിയിൽ നിന്ന് ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അതിനു മുൻപ്